നമസ്കാരം. കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ റോബർട്ട് വദ്രയ്ക്കായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. ഗൗരിഗഞ്ചിലെ കോൺഗ്രസ് ഓഫീസിന് പുറത്താണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക റോബർട്ട് വദ്രയുടെ ഭർത്താവും വ്യവസായിയുമായ റോബർട്ട് വദ്ര അമേഠിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകണം എന്നാണ് പോസ്റ്ററിലെ ആവശ്യം. നേരത്തെ മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന് താൽപ്പര്യം പ്രകടിപ്പിച്ച റോബർട്ട് വദ്ര രംഗത്ത് വന്നിരുന്നു. ജനം തന്റെ സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെടുന്നു എന്നാണ് വദ്ര പറഞ്ഞത്. രാഹുൽ ഗാന്ധി അമേഠിയിൽ സ്ഥാനാർത്ഥിയാകാൻ വെല്ലുവിളിച്ച് കഴിഞ്ഞ ദിവസം BJP സ്ഥാനാർത്ഥി സ്മൃതി ഇറാനി രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് വാദ്രയെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് ഇപ്പോൾ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ സ്മൃതി ഇറാനിയാണ് രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടത്തിൽ മെയ് 20-നാണ് ഉത്തർപ്രദേശിലെ അമേഠിയിൽ വോട്ടെടുപ്പ്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയായിരുന്നു. സോണിയാഗാന്ധിയും രാജീവ് ഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും അമേഠിയിൽ MPമാരായിരുന്നു. വയനാട്ടിൽ സ്ഥാനാർത്ഥിയായ രാഹുൽ ഗാന്ധി പാർട്ടി ആവശ്യപ്പെട്ടാൽ അമേഠിയിലും മത്സരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട്. അമേഠിയിൽ BJPയുടെ സ്മൃതി ഇറാനിക്കെതിരെ മത്സരിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ച് റോബർട്ട് വദ്ര നേരത്തെ രംഗത്ത് വന്നിരുന്നു. അമേഠിയിലെ ജനങ്ങൾ താൻ മത്സരിക്കണമെന്ന് സിറ്റിംഗ് MPയുടെ ഭരണത്തിൽ അമേഠി വീർപ്പുമുട്ടുന്നു എന്നുമായിരുന്നു നേരത്തെ വദ്രയുടെ വാക്കുകൾ. അവിടുത്തെ ജനങ്ങൾ തങ്ങൾക്ക് പറ്റിയ തെറ്റ് മനസ്സിലാക്കിയിരിക്കുന്നു. ഗാന്ധി കുടുംബത്തിലെ ഒരാൾ മണ്ഡലത്തെ പ്രതിനിധീകരിക്കണം എന്നാണ് അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചാൽ മത്സരിക്കാൻ അമേഠി തന്നെ തിരഞ്ഞെടുക്കണം എന്നാണ് അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. 99-ൽ പ്രിയങ്കയ്ക്കൊപ്പം എൻ്റെ ആദ്യ തെരഞ്ഞെടുപ്പ് പ്രചരണവും അമേഠിയിലായിരുന്നുവെന്ന് ഞാൻ ഓർക്കുന്നു എന്നും വദ്ര പറഞ്ഞു. പതിറ്റാണ്ടുകളായി ഗാന്ധി കുടുംബത്തിൻ്റെ മണ്ഡലമായിരുന്നു അമേഠി. എന്നാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിയോട് ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു. 2004, 2009, 2014 തെരഞ്ഞെടുപ്പുകളിൽ രാഹുൽ ഗാന്ധി തുടർച്ചയായി അമേഠിയിൽ ജയിച്ചിരുന്നു. രാഹുൽ ഇക്കുറി വയനാട്ടിൽ നിന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. അമേഠിയിലും രാഹുൽ ഗാന്ധി മത്സരിക്കും എന്ന അഭ്യൂഹമുണ്ടായിരുന്നു. അമേഠിയിലും റായ്ബറേലിയിലും കോൺഗ്രസ് ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. റായ്ബറേലിയിലെ സിറ്റിംഗ് MPയായ സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മാറിയിരുന്നു. റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കും എന്ന അഭ്യൂഹം നിലവിലുണ്ട്. രാഷ്ട്രീയ പ്രവേശനം നടത്തുമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും വീണ്ടും സൂചന നൽകിക്കൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്ര രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് ദേശീയ നേതൃത്വം ഈ ഒരു പ്രസ്താവനയിലും ഇത്തരം നടപടികളിലും അതൃപ്തരാണ് എന്നാണ് സൂചനകൾ. അതേസമയം പ്രിയങ്ക ഗാന്ധി അമേഠിയിലോ റായ്ബറേലിയിലോ മത്സരിക്കുമോ എന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് റോബർട്ട് വദ്രയുടെ സ്ഥാനാർത്ഥിത്വം ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ എന്നും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ റോബർട്ട് വദ്ര വ്യക്തമാക്കിയത്. റായ്ബറേലിയിലും അമേഠിയിലും മറ്റ് സ്ഥലങ്ങളിലുമുള്ളവരൊക്കെ തന്നെ മത്സരിക്കാൻ നിർബന്ധിക്കുന്നുണ്ട്. മണ്ഡലങ്ങളിൽ ഉള്ളവർ എനിക്കായി പോസ്റ്റർ പതിക്കുന്നു. ഞാൻ രാഷ്ട്രീയത്തിൽ വരുന്നത് വികസനത്തിനും തൊഴിലില്ലായ്മയ്ക്കും ഒക്കെ സഹായകമാണ് എന്ന് കരുതുന്നു. ഇതിനൊക്കെ കുടുംബത്തിൻ്റെ അനുഗ്രഹവും അനുമതിയും വാങ്ങേണ്ടതുണ്ട്. പ്രിയങ്കയും ഞാനും ഒരുമിച്ച് പാർലമെൻറ്റിൽ എത്തണം എന്നാണ് എൻ്റെ താല്പര്യം എന്നൊക്കെയാണ് റോബർട്ട് വദ്ര വിവിധ വാർത്താ സമ്മേളനങ്ങളിലൊക്കെ തന്നെ പറയുന്നത്. ഞാൻ മത്സരിച്ചാൽ വലിയ ഭൂരിപക്ഷത്തിൽ അമേഠിയിൽ ജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എനിക്കെതിരെ പലതവണ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള വ്യക്തിയാണ് സ്മൃതി ഇറാനി എന്നും റോബർട്ട് വദ്ര പറയുന്നു. രാഹുൽ അമേഠിയിൽ മത്സരിക്കാൻ തീരുമാനിച്ചാൽ താൻ പൂർണ്ണ പിന്തുണ നൽകുമെന്നും റോബർട്ട് വദ്ര പറയുന്നു. ജനങ്ങളുമായി ഇടപഴകാൻ തനിക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്നില്ല. പ്രിയങ്കയും രാഹുലും ഇല്ലാത്ത അവസരങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും തന്നെ സമീപിക്കാം എന്ന് പ്രവർത്തകർക്കറിയാം. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുകയാണ്. ജനാധിപത്യമല്ല, ഏകാധിപത്യമാണ് മോദിയുടെ കീഴിൽ നടക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ തന്നെ റോബർട്ട് വദ്ര നേരത്തെ ആരോപിച്ചിരുന്നു.